പോർഷൻ ആണ്. നോക്കാം നമുക്ക് എന്താ പറയുന്നതെന്നല്ലേ. സ്പേസ് ട്രാവൽ. ഫസ്റ്റ് പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ദിസ് is our first paragraph. You have read that the earth is round. However, you do not fall off the earth even if you are at the sides or at the poles. Why? This is because the earth pulls you toward itself. The earth has a power of attraction with which it pulls object towards itself. If you throw a ball up in the air, it will fall back to the ground. This pull or force of attraction is called the Earth's gravitational force or gravity. All heavenly bodies like the moon, planets and stars have a force of gravity. എന്താണ് ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ആദ്യം ചോദിക്കുന്നത് നമ്മളോട്, you have read that the earth is round. ഭൂമി ഉരുണ്ടതാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, വായിച്ചിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഭൂമി എന്താണ്, റൗണ്ട് ഇൻ ഷേപ്പ് ആണ് അല്ലേ, ഭൂമി ഉരുണ്ടതാണ്. ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാലും ഭൂമി എന്ന പ്ലാനറ്റിന്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ കാണുന്നത് എന്താണ്, ഭൂമി ഒരു ബോൾ പോലെ ഉരുണ്ടിട്ടാണ് ഉള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞു അത് എപ്പോഴും ഇങ്ങനെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യന് നേരെ വരുമ്പോൾ പകലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് രാത്രിയും ഒക്കെ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The earth is round in shape. However, you do not fall off the earth even if you are at the sides or at the poles. ഇവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭൂമി ഉരുണ്ടതായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ്, you do not fall off the earth even if you are at the sides or the poles. നിങ്ങൾ ഭൂമിയുടെ സൈഡിലോ അതിന്റെ പോൾസിന്റെ അതിന്റെ രണ്ട് പോളിൽ അല്ലെ, നോർത്ത് പോളിലോ സൗത്ത് പോളിലോ, ഭൂമിയുടെ സൈഡുകളിലോ മുകളിലും പോൾസിലോ ആണെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമി ഉരുണ്ടതാണെങ്കിൽ താഴെ വീഴാത്തത് എന്നാ ചോദിക്കുന്നത്. അന്ന് നമ്മൾ ഭൂമി ഉരുണ്ടതാണ്, എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അലൻ ചോദിച്ചു അല്ലേ, ആരാണ്, അലൻ പി സാംസൺ ചോദിച്ചു, അങ്ങനെ ഭൂമി ഉരുണ്ടതാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ താഴെ വീഴാത്തേ എന്ന് ചോദിച്ചില്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, മിസ്സിന് ഓർമ്മയുണ്ട്. നമ്മുടെ അലൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭൂമി ഉരുണ്ടതാണെങ്കിൽ പിന്നെ എന്താ നമ്മൾ ആരും താഴെ വീണ് പോവാത്തേ, ഒരു സൈഡ് ഇങ്ങനെ തിരിയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിലുള്ള ആളുകളൊക്കെ താഴെ വീഴില്ലേ എന്ന് ചോദിച്ചു. സോ അതുപോലെയാണ് നമ്മുടെ ഭൂമി റൗണ്ട് ഇൻ ഷേപ്പ് ആണ്. പക്ഷെ നിങ്ങൾ അതിന്റെ സൈഡിലോ അതിന്റെ പോൾസിലോ ആണെങ്കിലും നിങ്ങൾ താഴെ വീണ് പോവാത്തത് എന്തുകൊണ്ടാണ്? ഉരുണ്ട സാധനത്തിന്റെ രണ്ട് സൈഡിലും മുകളിലും കയറി നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ബോൾ അല്ലേ, ബോളിന്റെ രണ്ട് സൈഡിലും മുകളിലും ഒക്കെ നിൽക്കുകയാണെങ്കിൽ താഴെ വീഴും അല്ലേ. സോ അതുപോലെ ഭൂമി ഉരുണ്ടതായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ താഴെ വീഴുന്നില്ല എന്നുള്ളതാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു പവർ ഉണ്ട് അല്ലേ, ഭൂമിക്ക് എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ താഴെ വീണ് പോവില്ലേ. സോ earth, even if you are at the sides or at the poles, why? This is because the earth pulls you towards itself. ഇത് എന്തുകൊണ്ടാണ് എന്നാ ചോദിക്കുന്നത്. അതായത് ഈ ഭൂമി നിങ്ങളെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ടല്ലേ. ഭൂമി അതിന്റെ അടുത്തേക്ക് നിങ്ങളെ വലിച്ച് നിങ്ങളെ ഹോൾഡ് ചെയ്ത് ഭൂമിയിൽ വെക്കുന്നുണ്ട്. സോ the earth has a power of attraction. ഭൂമിക്ക് ഒരു ആകർഷണ ബലമുണ്ട് നമ്മളെ ഭൂമിയിലേക്ക് വലിച്ചു പിടിക്കാനുള്ള. നമ്മൾ രണ്ട് സൈഡുകളിലും പോൾസിലും ആണെങ്കിലും താഴെ വീഴാതെ നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന, നമ്മളെ പുൾ ചെയ്യുന്ന ഒരു പവർ എവിടെയുണ്ട്, എർത്തിനുണ്ട് എന്നാണ് പറയുന്നത്. with which it pulls object towards itself. ഈ അട്രാക്ഷൻ, ഈ ആകർഷണ ബലം, ഈ ഫോഴ്സ് കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, pulls object towards itself. ഭൂമിയിലേക്ക് പല സാധനങ്ങളെയും, ഒബ്ജക്റ്റിനെ, പല വസ്തുക്കളെയും വലിച്ച് എടുക്കുന്നത്. അതായത് പല കാര്യങ്ങളെയും ഭൂമി തന്നോട് ചേർത്ത് നിർത്തുന്നത്. വലിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഭൂമിയിൽ അടിയിലേക്ക് വലിച്ചു കൊണ്ട് പോവുക എന്നുള്ളതല്ല. ഭൂമി ചില കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് ഭൂമിയിൽ തന്നെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്, ഭൂമിക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു പവർ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നാ പറയുന്നത്. then if you throw a ball up in the air, നിങ്ങൾ ഒരു ബോൾ മുകളിലേക്ക് എറിയാണ്, എന്താ സംഭവിക്കുക, ഒരു ബോൾ നിങ്ങൾ മുകളിലേക്ക് ഇട്ടു, then പിന്നെ ആ ബോൾ എന്താ ചെയ്യാ, എന്ത് ചെയ്യും, മുകളിലേക്ക് ഇട്ട ബോള്
താഴേക്ക് തന്നെ വീഴും അല്ലേ? അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? നോ. എന്താ മോളെ റിലു? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താണ്? കേൾക്കുന്നില്ല മോളെ. മിസ്സേ, അത് ഭൂമി കുലുക്കം എപ്പോഴാണ് സംഭവിക്കാന്ന്? ഭൂമി കുലുക്കം എപ്പോഴാണ് സംഭവിക്കുക എന്നാണോ ചോദിച്ചത്? അതായത് ഭൂമിയുടെ ഘടനയിൽ അല്ലേ, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴാണ് എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാവുക അല്ലേ? ഭൂമി കുലുക്കവും നമ്മൾ ഈ പറഞ്ഞ ഭൂമിയുടെ ഷേപ്പുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ഭൂമിയുടെ ജിയോഗ്രഫിക്കലി ചേഞ്ച് സംഭവിക്കുമ്പോൾ അല്ലേ, ഇപ്പൊ ആക്ച്വലി കടലിൽ നമ്മൾ സുനാമി വന്നു അല്ലേ? അതെന്താണ്? കടലിലുള്ള വെള്ളത്തിന്റെ, അതായത് വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവുമ്പോഴല്ലേ അതിന്റെ കടലിന്റെ ഒരു സ്ട്രക്ചറിൽ ചെറിയ വേരിയേഷൻസ് സംഭവിക്കുമ്പോഴാണ് അതിന്റെ അകത്തുള്ള വെള്ളം മുഴുവൻ പുറത്തേക്കൊക്കെ തള്ളി വരുന്നത്. എർത്ത് ക്വേക്സിന്റെ കാര്യത്തിലും നമ്മുടെ അതുപോലെ ഫ്ലഡ് നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെയും നമ്മുടെ എർത്ത് ക്വേക്സിന്റെയും പിന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടല്ലോ, മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളമൊക്കെ തള്ളി വന്നിട്ട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറില്ലേ? അതൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ സ്ട്രക്ചറിൽ ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ്. ചിലപ്പോ നല്ല മഴയുള്ള സമയത്ത് എന്ത് ചെയ്യും? ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട് അല്ലേ? അതെന്താണ്? ഭൂമിയിലേക്ക് ഒരുപാട് വെള്ളം വീഴുന്ന സമയത്ത് ഭൂമിയുടെ അടിയിൽ തള്ളി നിൽക്കുന്ന വെള്ളം ഒക്കെ കൂടെ ഒന്നിച്ച് പൊട്ടി പുറത്തേക്ക് വരും. അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. പിന്നെ അതിന്റെ ചേഞ്ചസിൽ, അതിന്റെ ഘടനകളിൽ പല മാറ്റങ്ങളും ഉണ്ടാവുമ്പോഴാണ് എർത്ത് ക്വേക്സ് ഉണ്ടാവുന്നത്, ഭൂമി കുലുക്കം ഉണ്ടാവുന്നത്. അതും ഇതുമായിട്ട് റിലേഷൻ ഒന്നുമില്ല. ഭൂമിയുടെ ഷേപ്പും എർത്ത് ക്വേക്സും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അതിന്റെ സ്ട്രക്ചറിൽ, ഭൂമിയുടെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്തുണ്ടാവുക? ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവുന്നത്. അതിന് പല റീസൺസും ഉണ്ടാവുക അല്ലേ? ഭൂമി കുലുക്കം ഉണ്ടാവാൻ പല കാരണങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ പക്ഷെ ജിയോഗ്രഫിക്കൽ ചേഞ്ചസ് ആണ് അല്ലേ? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഭൂമി പല കാര്യങ്ങളെയും തന്നിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട് അല്ലേ? ഭൂമിയുടെ ആകർഷണ ബലത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതും എർത്ത് ക്വേക്സും റിലേറ്റഡ് അല്ല, പക്ഷെ ഭൂമിയിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട് നമ്മൾ ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുന്നതിന് അല്ലേ? ഭൂമിയിൽ ഈ ഗ്രാവിറ്റേഷണൽ പവർ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നിലത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഓൾവേസ് ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ നമ്മുടെ ചുറ്റുമുള്ള വായുവിലൊക്കെ നമ്മൾ ഇങ്ങനെ പറന്നു നടന്നുകൊണ്ടിരിക്കും. ഈ ഗ്രാവിറ്റേഷണൽ പവർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭൂമിയിൽ നിൽക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പവർ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? എവിടെയും നടക്കാനോ പോവാനോ ഒന്നും വേണ്ടി പറ്റില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ എയറിൽ ഇങ്ങനെ പറന്ന് നടക്കും. ഈ അപ്പൂപ്പൻ താടിയൊക്കെ പാറിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? ഈ ഭൂമിയിൽ ഗ്രാവിറ്റേഷണൽ പവർ ഇല്ലെങ്കിൽ നമ്മളും അങ്ങനെ ആയിരിക്കും. ആക്ച്വലി നമ്മൾ ഇങ്ങനെ എയറിൽ പറന്ന് അല്ലെങ്കിൽ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവുക ചെയ്യുക. നമുക്ക് ഈ കാണുന്ന പോലെ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. സോ ആ ഗ്രാവിറ്റേഷണൽ പവറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഷുവർ ആയിട്ടും താഴേക്ക് വരും എന്ന് നമുക്കറിയാം അല്ലേ? മുകളിലേക്ക് എറിഞ്ഞാൽ ഉറപ്പായിട്ടും അത് താഴേക്ക് തന്നെ വരും. സോ അതെന്തുകൊണ്ടാണ്? മുകളിലേക്ക് പോയ ഒരു സാധനത്തിനെ താഴേക്ക് ഭൂമിയിലേക്ക് തന്നെ വലിച്ചു പിടിക്കാനുള്ള ഭൂമിയുടെ ഒരു പവർ ആണത്. ഒരു ഗുരുത്വാകർഷണ ബലം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഗ്രാവിറ്റേഷണൽ പവർ, ഗുരുത്വാകർഷണ ബലം എന്നാണ് അതിനെ പറയാ. സോ എന്തെങ്കിലും ഒന്ന് മുകളിലേക്ക് പോയാൽ അത് എന്തായാലും താഴേക്ക് തന്നെ വീഴും എന്നുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 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 എന്താണ് ടോഷിൻ? എന്താ കേട്ടിട്ടുള്ളത്? കേട്ടില്ല. അപ്പൊ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. അപ്പോ നമ്മുടെ ഐസക് ന്യൂട്ടൻ ഒരു ദിവസം ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ എന്ത് വീണു? ഒരു ആപ്പിൾ വീണു അല്ലേ? ആപ്പിൾ വീണപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ നിന്ന് വീഴുന്നത് നേരെ താഴോട്ട് തന്നെ വരുന്നത് എന്നല്ലേ? ആപ്പിൾ എന്തുകൊണ്ടാ മുകളിലേക്ക് പോവാത്തെ? മരത്തിൽ നിന്ന് വീണ ഉടനെ അത് എന്തുകൊണ്ടാ മുകളിലേക്ക് പൊങ്ങി പോവാതെ താഴേക്ക് തന്നെ വീഴുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് ഭൂമിക്കൊരു ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. സോ ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് പോയ കാര്യങ്ങളൊക്കെ താഴോട്ട് തന്നെ വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ബോളൊക്കെ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അത് താഴേക്ക് വരും. എന്ത് കാര്യം നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാലും ഉറപ്പായിട്ടും അത് താഴേക്ക് തന്നെ വീഴും. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലാണ് വല്ല ആപ്പിൾ വീണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആപ്പിൾ എടുത്ത് തിന്നിട്ട് നമ്മൾ വരും അല്ലേ? നമ്മൾ ഇതെന്താ താഴോട്ട് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ
വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയാണ് അല്ലേ? അവരൊക്കെയാണ് നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് മാറിയത്. സോ അദ്ദേഹം അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട്. എല്ലാ കാര്യങ്ങളെയും നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ഒരു പവർ ഭൂമിക്ക് ഉണ്ട്. This pull or force of attraction, ഈ വലിച്ചെടുക്കുന്നതിനെ അല്ലെങ്കിൽ ഈ ആകർഷണ ബലത്തിനെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ എന്ത് പറഞ്ഞു? എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണ ബലം അല്ലെ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എല്ലാ കാര്യങ്ങളെയും ആകർഷിക്കാനുള്ള, ആകർഷിക്കുക എന്ന് വെച്ചാൽ എന്താണ്? തന്റെ ഭൂമിയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. അതിന്റെ ആ ഫോഴ്സിനെ അല്ലെ, ഭൂമിയുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇതിനെയാണ്, ഈ ഭൂമിയുടെ ഈ പവറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓർ ഗ്രാവിറ്റി, ഒന്നുകിൽ ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ എന്താണ്? ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. Then all heavenly bodies like the moon, planets and stars have a force of gravity. എല്ലാ heavenly bodiesനും, ആകാശത്തിലുള്ള നമ്മുടെ ചന്ദ്രനും ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഒക്കെ എന്തുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്, ഗുരുത്വാകർഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്ന് മനസ്സിലായോ? ഭൂമിക്കൊരു ഘർഷണ ബലം, ഗുരുത്വാകർഷണ ബലമുണ്ട്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ എന്ത് കാര്യം മുകളിലേക്ക് പോയാലും അത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ ഒബ്ജക്റ്റ്, ഒരു ആപ്പിൾ ആയാലും അല്ലെങ്കിൽ ഒരു ബോൾ ആയാലും ഒരു പെൻ ആയാലും ബുക്ക് ആയാലും മുകളിലേക്ക് ഇട്ടാൽ നമുക്കറിയാം എന്ത്? അത് താഴേക്ക് വരും എന്നുള്ളത്. സോ ഇതിനെയാണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പവർ, മുകളിലേക്ക് പോകുന്നതൊക്കെ താഴേക്ക് വരുന്നു അല്ലേ? ഇതിന് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പവർ എന്ന് പറയുന്നു. എല്ലാ ഹെവൻലി ബോഡീസിനും ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട്. സോ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് സ്പേസിനെ കുറിച്ചാണ്. ബഹിരാകാശം അല്ലേ? നമ്മൾ കാണുന്ന ഈ ഭൂമിയുടെ പുറമേ അല്ലേ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട് അല്ലേ? ഒരു സ്പേസ്, ബഹിരാകാശം ഉണ്ട് അല്ലേ? സോ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് സ്പേസ് എന്നുള്ളത്. The earth is surrounded by a layer of air. Beyond this layer of air is space. The earth's gravitational pull is very strong. We need special vehicles called space rockets to get out of the earth's gravitational pull and travel into space. A space rocket carries a spacecraft into space. Yuri Gagarin of Russia was the first human to go into space. ഇതിൽ പറയുന്നത് സ്പേസിൽ പോയ കുറച്ച് ആളുകളെ കുറിച്ചും. എന്താണ് ബഹിരാകാശം? പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബഹിരാകാശ പേടകം അല്ലേ? ബഹിരാകാശത്തിലേക്ക് വാഹനങ്ങൾ, ബഹിരാകാശത്തിലേക്ക് റോക്കറ്റ് പോകുന്നു, ആളുകൾ പോകുന്നു, സ്പേസിൽ പോകുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ സ്പേസ് അല്ലേ? എവിടെയാണിത്? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഇത് എവിടെയാണ്, എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ പാരഗ്രാഫിൽ ഗ്രാവിറ്റേഷണൽ പവറിനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ എർത്തിൽ നിന്ന്, നമ്മുടെ ഈ ഭൂമിയിലാണോ സ്പേസ്? അല്ലല്ലോ, ഭൂമിയുടെ പുറത്താണ് അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിട്ട് അതിന്റെ പുറത്ത് വരണമെങ്കിൽ എന്താണ്? ഭൂമിയിൽ വളരെയധികം ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട്, ഗുരുത്വാകർഷണ ബലം വളരെയധികം ഉണ്ട്. നമ്മൾ പോവാൻ നോക്കും തോറും അത് നമ്മളെ വലിച്ചടുപ്പിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ പവർ എവിടെയുണ്ട്? ഭൂമിക്ക് ഉണ്ട്. സോ നമ്മൾ സ്പേസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പെഷ്യൽ സ്പേസ് റോക്കറ്റ് വേണം അല്ലേ? നമുക്ക് ബസ്സിനോ കാറിനോ ഓട്ടോയിലോ ഒന്നും പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഭൂമിയുടെ പുറമെ എന്തുണ്ട്? ഒരു എർത്ത് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എർത്ത്. ഭൂമിക്ക് ചുറ്റും എയറിന്റെ ഒരു ലെയർ ഉണ്ട്, വായു കൊണ്ടുള്ള ഒരു പാളിയുണ്ട്, ഒരു ലെയർ ഉണ്ട് ഭൂമിയുടെ ചുറ്റും. ബിയോണ്ട് ദിസ് ലെയർ ഓഫ് എയർ, ഈ എയറിന്റെ പാളിയുടെ പുറത്താണ് എന്തുള്ളത്? സ്പേസ് ഉള്ളത്, ബഹിരാകാശം. നമ്മുടെ ഭൂമിയുടെ ചുറ്റും നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഭൂമിയുടെ പുറത്ത് ചുറ്റും കട്ടിയുള്ള എയറിന്റെ ഒരു ലെയർ ഉണ്ട്, വായു കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ട്. അത് കടന്ന് അതിന്റെ പുറത്താണ് എന്തുള്ളത്? സ്പേസ്, ബഹിരാകാശം ഉള്ളത്. അപ്പൊ അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് വളരെ സ്ട്രോങ് ആണ്. ഭൂമിക്ക് നല്ല ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്, എല്ലാത്തിനെയും ആകർഷിച്ചിട്ട് ഭൂമിയുടെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ഒരു ബലം ആർക്കുണ്ട്? ഭൂമിക്കുണ്ട്. അപ്പൊ നമുക്ക്
വെറുതെ ഒന്നും അങ്ങനെ സ്പേസിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഈ ഇത്രയും ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പവറിനെ ബ്രേക്ക് ചെയ്തിട്ട് പോണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പെഷ്യൽ വെഹിക്കിൾസ് അല്ലേ? പ്രത്യേക വാഹനം വേണം പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ. അതിനെയാണ് നമ്മൾ സ്പേസ് റോക്കറ്റ് എന്ന് പറയുന്നത്. ബഹിരാകാശത്തിലേക്ക് പോകുന്ന റോക്കറ്റുകൾ അല്ലേ? To get out of the Earth's gravitational pull and travel into space. നമുക്ക് ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നേ? സ്പേസ് റോക്കറ്റ്, പ്രത്യേകമായിട്ടുള്ള സ്പേസ് റോക്കറ്റ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഭൂമിയുടെ ചുറ്റുമുള്ള ഈ എയറിനെയും ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പവറും ബ്രേക്ക് ചെയ്ത് സ്പേസിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ, ബഹിരാകാശത്ത് എത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള റോക്കറ്റ് വേണം എന്നാ പറയുന്നേ. യൂറി ഗഗാറിൻ ഓഫ് റഷ്യ വാസ് ദ ഫസ്റ്റ് ഹ്യൂമൻ ടു ഗോ ഇൻ ടു സ്പേസ്. ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ വ്യക്തി ആരാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിലും GK ആയിട്ട് വരാവുന്നതാണ്. എന്ത്? ആദ്യമായി ബഹിരാകാശത്ത് പോയത് ആര്? റഷ്യയിലെ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് എവിടെ പോയത്? സ്പേസിൽ, ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ആള്. ആദ്യമായിട്ട് ഈ സ്പേസ് റോക്കറ്റിൽ കയറി ബഹിരാകാശത്ത് എത്തിയത് യൂറി ഗഗാറിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഭൂമിക്ക് ഒരു ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട് അല്ലേ? ഭൂമിയുടെ പുറത്ത്. അതുകൂടാതെ നല്ല എയറിന്റെ കട്ടിയുള്ള ഒരു പാളിയും ഉണ്ട്. ഈ പാളീനെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എയറിന് പോകണം, പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പവർ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പോവാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ സ്പേസ് റോക്കറ്റിൽ കയറി മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പ്രത്യേകമായിട്ടുള്ള ബഹിരാകാശ വാഹനം വേണം അല്ലേ അവിടേക്ക് പോകണമെങ്കിൽ. പിന്നെ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന റഷ്യയിലെ ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? സ്പേസിൽ പോയത്, ബഹിരാകാശത്ത് പോയത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഡൗട്ട് ഉണ്ടോ? ഒന്നത് വായിച്ചു നോക്കിയേ രണ്ടും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടും വായിച്ചു നോക്കുക, രണ്ട് പാരാഗ്രാഫും. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ എന്താണെന്നുള്ളത്? ഒന്നുകൂടെ പറയണോ? വേണോ? നോ, ക്ലിയർ ആയി. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണിത്. സോ നെക്സ്റ്റ് പറയാൻ വേണ്ടി പറയുന്നത് നോക്കുക. കൽപ്പന ചൗള. നെക്സ്റ്റ് പേജ് 165. It's about കൽപ്പന ചൗള. Do you heard about കൽപ്പന ചൗള? കൽപ്പന ചൗള എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരാരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
Kalpana Chawla was the first Indian woman to go into space. She went into space in 1997 in the Space Shuttle Columbia. Kalpana again went into space in January 2003. However, her Space Shuttle Columbia crashed during the return journey and she died on 1st February 2003. കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇദ്ദേഹമാണ് കൽപ്പന ചൗള. ഇവര് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട്, കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ഇൻ ടു സ്പേസ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ വനിത, ലേഡി അല്ലേ? അവരൊരു സ്ത്രീയാണ്. ആദ്യമായി ബഹിരാകാശത്ത് പോയ ലേഡി എന്താണ്? ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോയത് നമ്മുടെ കൽപ്പന ചൗളയാണ്. She went into space in 1997. 1997 അവരെവിടെ പോയത്? ബഹിരാകാശത്തേക്ക് പോയത്. സ്പേസ് ഷട്ടിൽ കൊളംബിയ. അവർ പോയ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ വാഹനം അല്ലേ? അങ്ങോട്ടൊരു സ്പെഷ്യൽ റോക്കറ്റിൽ പോവാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അവർ പോയ വാഹനത്തിന്റെ, അവരുടെ ബഹിരാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ എന്നായിരുന്നു. കൽപ്പന ചൗള പോയ ബഹിരാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ എന്നായിരുന്നു. ആദ്യമായിട്ട് അവർ ബഹിരാകാശത്തേക്ക് പോയത് 1997 1997 അവർ ഇവിടെ പോയത്? ബഹിരാകാശത്ത് പോയത്. അവർ പോയ വാഹനത്തിന്റെ പേരാണ് എന്ത്? കൊളംബിയ. ആൻഡ് കൽപ്പന again went into the space in January 2003. 1997 പോയ അവര് വീണ്ടും എന്ത് ചെയ്തു? 6 വർഷങ്ങൾക്ക് ശേഷം 2003 വീണ്ടും എവിടെ പോയി? ബഹിരാകാശത്ത് പോയി അല്ലേ? അതേ വാഹനം അല്ലേ? അതേ കൊളംബിയയില് വീണ്ടും അവര് ബഹിരാകാശത്തേക്ക് പോയി. Then her space shuttle, അവരുടെ ബഹിരാകാശ വാഹനം കൊളംബിയ crashed during the return journey and she died on 1st February 2003. പക്ഷേ 1997 പോയി അവര് തിരിച്ചു വന്നു. വീണ്ടും 2003 ജനുവരിയിൽ അവര് വീണ്ടും എങ്ങോട്ട് പോയി? സ്പേസിലേക്ക് പോയി അല്ലേ? പക്ഷേ ആ വരവിൽ തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്തു? അവരുടെ ബഹിരാകാശ വാഹനം തകർന്നു പോയി അല്ലേ? ബഹിരാകാശ വാഹനം തകരുകയും അവര് മരണപ്പെടുകയും ചെയ്തു എന്നാ പറയുന്നത്. ആദ്യം അവര് 1997 ബഹിരാകാശത്ത് പോയി. പിന്നെ വീണ്ടും 2003 കൊളംബിയ എന്ന് പറയുന്ന വാഹനത്തിൽ അവരുടെ ബഹിരാകാശ വാഹനത്തിൽ അവർ വീണ്ടും എവിടെ പോയി? സ്പേസിൽ പോയി. പോയപ്പോ എന്ത് ചെയ്തു? പോയിട്ട് തിരിച്ചു വരുമ്പോ അവരുടെ ഈ സ്പേസ് റോക്കറ്റ് തകർന്നിട്ട് 1st ജനുവരി അല്ലേ? 1st ഫെബ്രുവരി 1 ഫെബ്രുവരിയിൽ അവര് മരിക്കുകയും ചെയ്തു. കൽപ്പന ചൗള. ഓക്കെ, അവരാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ഇന്ത്യൻ വുമൺ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ എന്താണെന്ന്? Then സുനിത വില്യംസ്. നെക്സ്റ്റ് സുനിത വില്യംസിനെ കുറിച്ചാണ് പറയുന്നത്. സുനിത വില്യംസിന്റെ ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. സുനിത വില്യംസ് വാസ് ദ സെക്കൻഡ് വുമൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ടു ട്രാവൽ ഇൻ ടു സ്പേസ്. ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? സുനിത വില്യംസ്. ഷീ സ്റ്റേഡ് ഇൻ സ്പേസ് ഇൻ ഹെർ സ്പേസ് ക്രാഫ്റ്റ്. അവരുടെ ബഹിരാകാശ പേടകത്തില് ബഹിരാകാശത്തില് 195 days 195 ദിവസം അവിടെ താമസിച്ചിട്ട് തിരിച്ചു വന്നു എന്നാ പറയുന്നത്. കൽപ്പന ചൗള പോയി 1997 ഒരു തവണ പോയി തിരിച്ചു വന്നു. 2003 വീണ്ടും പോയിട്ട് തിരിച്ചു വരുമ്പോ അവരുടെ വാഹനം എന്ത് ചെയ്തു? ക്രാഷ് ആവുകയും അല്ലേ? അവരുടെ ബഹിരാകാശ പേടകം തകർന്നു പോവുകയും അവർ മരണപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുനിത വില്യംസ് അല്ലേ? അവരാണ് വീണ്ടും ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വുമൺ. പോയി കഴിഞ്ഞിട്ട് 195 ദിവസം അവരവിടെ താമസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും വായിച്ചിട്ട് വരിക. ഇനി ഒരു ചെറിയ 2 ഭാഗം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ കൂടെ ഫിനിഷ് ആകും. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റിവിഷനും ചെയ്യാം. ഓക്കെ.